എന്നൊരു എലമെൻറ്റും എൻ്റെ കയ്യിലുണ്ടെന്ന് വെക്കാം. അപ്പോൾ വിച്ച് ഈസ് ഇൻ ദ ഫോം എ ബി ആൻഡ് ബി സി. കാരണം എ ബി 3-ലാണ് അവസാനിക്കുക. അപ്പോൾ അടുത്ത് തുടങ്ങേണ്ട 3-ൽ തന്നെ തുടങ്ങണം. 3C 3-5. അങ്ങനെയാണെങ്കിൽ ഈ റിലേഷനെ എനിക്ക് ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫോർമാറ്റിൽ എലമെൻറ്റ് ഉണ്ടാവണം. ഏത് ഫോർമാറ്റിൽ? 2-5 എന്നൊരു എലമെൻറ്റ് കൂടി അതിനകത്തുണ്ടെങ്കിൽ അത്തരം റിലേഷനെ നമുക്ക് ആരെന്ന് വിളിക്കാം? ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് വിളിക്കാം. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ ഏതൊക്കെ റിലേഷൻ പറഞ്ഞു? റിഫ്ലക്സീവ് റിലേഷൻ പറഞ്ഞു, സിമെട്രിക് റിലേഷൻ പറഞ്ഞു, അടുത്ത പറഞ്ഞതാണ് ട്രാൻസിറ്റീവ് റിലേഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും റിലേഷൻസ് നമ്മൾ പഠിച്ചാൽ ഒരു ടൈപ്പ് കൂടി ആകുമ്പോൾ നമ്മുടെ റിലേഷൻസ് എന്ന് പറഞ്ഞ ഭാഗത്ത് പഠിക്കാനുള്ളതെല്ലാം പറഞ്ഞു കഴിയും. അവസാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇക്വലൻസ് റിലേഷനാണ്. നമ്മൾ ഇക്വലൻസ് എന്ന് പറയുമെങ്കിലും എഴുതുന്നത് ഇക്വിവാലൻസ് എന്നാണ്. ഇക്വലൻസ് എന്ന് വായിക്കുമെങ്കിലും ഇക്വിവാലൻസ് റിലേഷൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ കയ്യിൽ നേരത്തെ പറഞ്ഞ പോലെ ആർ ഫ്രം എ ടു എ, എയിൽ നിന്ന് എയിലേക്ക് ഒരു റിലേഷൻ ഉണ്ട്. ഈ റിലേഷനെ ഇക്വിവാലൻസ് റിലേഷൻ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻ റിഫ്ലക്സീവ് ആയിരിക്കണം, സിമട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ റിലേഷൻ ഒരേ സമയം റിഫ്ലക്സീവും ആവണം, സിമെട്രിക്കും ആവണം, ട്രാൻസിറ്റീവ് ആവണം. ഈ 3 ടൈപ്പും ഒരുമിച്ച് വരികയാണെങ്കിൽ അത്തരം റിലേഷനെ നമുക്ക് ഇക്വലൻസ് റിലേഷൻ എന്ന് വിളിക്കാം. അപ്പം ഇഫ് എ റിലേഷൻ ആർ ഈസ് സിമെട്രിക്, റിഫ്ലക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ്, ദെൻ ദ റിലേഷൻ ഈസ് നോൺ ആസ് ആൻ ഇക്വലൻസ് റിലേഷൻ. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ 7 റിലേഷൻസ് നോട്ടാക്കി എഴുതുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത ജോലി. ഇപ്പോൾ നമ്മൾ എം ജി റിലേഷൻ തൊട്ട് തുടങ്ങണം. എം ജി റിലേഷൻ, യൂണിവേഴ്സൽ റിലേഷൻ, ട്രിവിയൽ റിലേഷൻ, പിന്നീട് പറഞ്ഞത് റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ആൻഡ് ഇക്വലൻസ് റിലേഷൻ. അങ്ങനെ 7 റിലേഷൻസ് ആണുള്ളത്. അപ്പോൾ ഈ 7 റിലേഷനെ നിങ്ങൾ നോട്ട്ബുക്കിൽ നോട്ടായിട്ട് എഴുതണം. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് കുറിച്ച് വെക്കുക. ഇത് ക്ലാസ്സിന് ശേഷം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ടെക്സ്റ്റ് ബുക്കിലെ നോട്ട് നോക്കി നിങ്ങൾ ക്ലിയർ ആയിട്ട് എഴുതിയാൽ മതി. നോട്ടുള്ളത് ഞാൻ പറഞ്ഞു, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിൽ 2nd പേജിൽ ഈ പറഞ്ഞ ഇത്രയും റിലേഷൻസും അതിനകത്തുണ്ട്. അതിൽ ഇക്വലൻസ് റിലേഷൻ മാത്രം 3rd പേജിലായിരിക്കും കിടക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ ചോദ്യം ചെയ്തുകൊണ്ട് നമുക്ക് ഈ റിലേഷൻ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ പറ്റും. ചെറിയൊരു ചോദ്യത്തിലേക്ക് വരാം. എൻ്റെ ചെറിയ ചോദ്യം ഇങ്ങനെയാണ്. ആർ ഈക്വൽ ടു റിലേഷൻ ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 എക്സ് ലെസ് ദാൻ 4. ഇനി ആർ എവിടെ നിന്നുള്ള റിലേഷൻ ആണെന്നും ചോദ്യത്തിലുണ്ട്. ആർ ഈസ് എ റിലേഷൻ ഓൺ എൻ. ഓൺ എൻ എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന് എന്നിലേക്ക്. വാട്ട് യു മീൻ ബൈ എൻ? എൻ ഇസ് എ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ നോക്കൂ, നാച്ചുറൽ നമ്പർ എന്ന സെറ്റിൽ ഞാൻ ആർ എന്ന റിലേഷൻ കൊണ്ടുവന്നു. റിലേഷൻ എങ്ങനെയാണ്? വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5. വൈ ഈക്വൽ ടു എക്സിൻ്റെ കൂടെ 5 ആഡ് ചെയ്യുന്നതാണ്. ഇനി എക്സ് ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്? എക്സ് ഈസ് ലെസ് ദാൻ 4, 4-നേക്കാൾ ചെറുതായിരിക്കണം. അത്രയും കാര്യം ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ റിലേഷൻ റിഫ്ലക്സീവ് ആണോ എന്ന് പരിശോധിക്കണം, സിമെട്രിക് ആണോ എന്ന് പരിശോധിക്കണം, ട്രാൻസിറ്റീവ് ആണോ എന്ന് പരിശോധിക്കണം. നിങ്ങളുടെ എക്സസൈസ് 1.1-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് ആണ്. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ സബ് ക്വസ്റ്റ്യനിലെ 2ാമത്തെ ചോദ്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ നോക്കൂ, ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള എലമെൻറ്റുകൾ ആരൊക്കെയാണെന്ന് നമുക്ക് കണ്ടെത്തണം. അപ്പോൾ എലമെൻറ്റുകളെ കണ്ടെത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ജോലി ഈ റിലേഷനെ നമ്മൾ റോസ്റ്റർ ഫോമിൽ മാറ്റി എഴുതുക എന്നുള്ളതാണ്. നോക്കൂ, എക്സ് ലെസ് ദാൻ 4, എക്സിൻ്റെ വാല്യൂ 4-നേക്കാൾ ചെറുതായ നാച്ചുറൽ നമ്പർ. 4-നേക്കാൾ ചെറുതായ നാച്ചുറൽ നമ്പർ ആരൊക്കെയാണ്? 1ഉം 2ഉം 3ഉം ആണ്. അപ്പോൾ എക്സിന് എടുക്കാവുന്ന വാല്യൂസ് 1 വരാം, 2 വരാം, 3 വരാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഞാൻ ഫസ്റ്റ് 1 എടുക്കുകയാണെങ്കിൽ y ഈസ് ഇക്വൽ ടു എക്സ് പ്ലസ് 5. വൈയുടെ വാല്യൂ 1 പ്ലസ് 5. വൈയുടെ വാല്യൂ 1 പ്ലസ് 5 ആണെങ്കിൽ ആൻസർ 6 എന്ന് കിട്ടും. എക്സിന് പകരം ഞാൻ 2 എടുക്കുകയാണെങ്കിൽ വൈയുടെ വാല്യൂ 2 പ്ലസ് 5. 2 പ്ലസ് 5 ആൻസർ എന്ത് കിട്ടും? 7 എന്ന് കിട്ടും. ഇനി എക്സിൻ്റെ വാല്യൂ ഞാൻ 3 എടുക്കുകയാണെങ്കിൽ വൈയുടെ വാല്യൂ 3 പ്ലസ് 5. 3 പ്ലസ് 5 ആരെന്ന് കിട്ടും? 8 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ റിലേഷനിലെ 3 എലമെൻറ്റുകളും പൂർത്തിയായി കഴിഞ്ഞു. 1 6 എന്നൊരു എലമെൻറ്റ് കിട്ടും, 2 7 എന്നൊരു എലമെൻറ്റ് കിട്ടും, 3 8 എന്നൊരു എലമെൻറ്റ് കിട്ടും. ഇനി ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ നമുക്ക് പരിശോധിക്കണം. അപ്പോൾ നമുക്കറിയാം നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1 2 3 4 എക്സെട്ര എന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റിലേഷൻ നമ്മൾ റിഫ്ലക്സീവ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ട കേസിൽ നമ്മൾ എപ്പോഴും ഓർക്കുക, ഒരു കാര്യം ആണ് എന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് തെളിയിക്കണം. പക്ഷേ ആ കാര്യം അല്ല എന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ അതിലെ ഏതെങ്കിലും ഒരാൾ ആ കാര്യം അല്ല എന്ന് തെളിയിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലിരിക്കുന്ന എല്ലാ കുട്ടികളും ബുദ്ധിയുള്ള ആൾക്കാരാണെന്ന് തെളിയിക്കണം.
അപ്പോൾ ക്ലാസ്സിലിരിക്കുന്ന എല്ലാ കുട്ടികളും ബുദ്ധിയുള്ള ആൾക്കാരാണെന്ന് ഞാൻ തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ 60 പേരുണ്ടെങ്കിൽ ഓരോ ആൾക്കാരും ബുദ്ധിയുള്ള ആൾക്കാരാണെന്ന് ഇൻഡിപെൻഡൻ്റായി തെളിയിക്കണം. അപ്പോൾ 60 പേരിൽ ഓരോരുത്തരെയും എടുത്തിട്ട് ബുദ്ധിയുള്ള ആൾക്കാരാണെന്ന് തെളിയിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് പൂർത്തിയാക്കാൻ പറ്റൂ. ക്ലാസ്സിലുള്ള ആൾക്കാർ ബുദ്ധിയുള്ള ആൾക്കാരാണ് എന്ന സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ നേരെ തിരിച്ച് ഈ ക്ലാസ്സിലുള്ള കുട്ടികൾ ബുദ്ധിയുള്ള ആൾക്കാരല്ല എന്ന് പ്രൂവ് ചെയ്യാനാണെങ്കിൽ ആ ക്ലാസ്സിൽ 60 പേരെ എടുത്ത് ഞാൻ ബുദ്ധിയുള്ള ആൾക്കാരല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. പകരം ക്ലാസ്സിലുള്ള ഏതെങ്കിലും ഒരാൾ ബുദ്ധിയില്ലാത്ത ആളാണെന്ന് തെളിയിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ആ ക്ലാസ്സിലെ കുട്ടികൾ ബുദ്ധിയില്ലാത്ത ആളാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ആണ് എന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ മൊത്തം ആൾക്കാരെ നമ്മൾ ആണെന്ന് തെളിയിക്കണം. അല്ല എന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ഐഡിയ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചോദ്യങ്ങളെ സമീപിക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്കറിയാം നാച്ചുറൽ നമ്പറിൽ 1 എന്നൊരു എലമെൻ്റ് ഉണ്ട്. 1 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് n. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് 1 എടുത്തതെന്ന്. അങ്ങനെ ഒരു പ്രത്യേകതയില്ല. 1 എടുക്കണം നിർബന്ധമില്ല. 1 ഓ 2 ഓ 3 ഓ 4 ഓ ഏത് നാച്ചുറൽ നമ്പർ വേണമെങ്കിലും എടുക്കാം. 1 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് n. n എന്നൊരു എലമെൻറ്റ്, എന്നിൽ 1 എന്നൊരു എലമെൻറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം എ എന്നൊരു എലമെൻറ്റ് ക്യാപിറ്റൽ എയിൽ ഉണ്ടെങ്കിൽ റിലേഷനകത്ത് എന്ത് എലമെൻറ്റ് ഉണ്ടാവണം? എ എന്നൊരു എലമെൻറ്റ് ഉണ്ടാവണം. അപ്പം നാച്ചുറൽ നമ്പറിൽ 1 എന്നൊരു എലമെൻറ്റ് ഉണ്ടെങ്കിൽ റിലേഷനിൽ എന്തുണ്ടാവണം? 1 എന്നൊരു എലമെൻ്റ് ഉണ്ടാവണം. പക്ഷേ നമ്മുടെ റിലേഷനിലേക്ക് നോക്കൂ, 1 എന്നൊരു എലമെൻ്റ് നമ്മുടെ റിലേഷനിലുണ്ടോ? അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതി വെക്കണം? 1 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ആർ. ഇവിടെ നമ്മളൊരു ബട്ട് ചേർക്കണം. എങ്ങനെ എടുക്കുക? ഇഫ് വേണമെന്നില്ല. 1 എലമെൻറ്റ് ഓഫ് n. എന്നിലെ ഒരു എലമെൻ്റ് ആണ് 1. നാച്ചുറൽ നമ്പറിലെ എലമെൻ്റ് ആണ് 1 എങ്കിൽ 1 എന്നൊരു എലമെൻറ്റിനെ നമ്മൾ റിലേഷനിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റില്ല. അങ്ങനെ കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത്തരം റിലേഷനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? റിഫ്ലക്സീവ് അല്ല എന്ന് പറയാൻ പറ്റും. റിലേഷൻ ഈസ് നോട്ട് റിഫ്ലക്സീവ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ എൻ്റെ ചോദ്യം, എന്തുകൊണ്ട് 1 എടുത്തു? അങ്ങനെ 1 എടുക്കണം നിർബന്ധമുണ്ടോ? 1 എടുക്കണം നിർബന്ധമില്ല. കാരണം നാച്ചുറൽ നമ്പറിൽ 2 ഉണ്ട്, പക്ഷേ നിങ്ങളുടെ റിലേഷനിൽ 2 ഇല്ല. നിങ്ങൾക്ക് 2 എലമെൻ്റ് അല്ലെന്ന് കാണിക്കാം. റാഷണൽ നമ്പർ 3 ഉണ്ട്, പക്ഷേ നിങ്ങളുടെ റിലേഷനിൽ 3 ഇല്ല. അപ്പോൾ 3 എലമെൻ്റ് അല്ലെന്ന് കാണിക്കാം. ഈ പറഞ്ഞാൽ ഏത് എലമെൻറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്ത് കാണിക്കാം. പക്ഷേ അല്ല എന്ന് കാണിക്കാൻ നിങ്ങൾക്ക് എന്ത് മതി? ഒറ്റ എക്സാമ്പിൾ മതി. അപ്പോൾ ഇവിടെ 1 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് n, ബട്ട് 1 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് r. ദർ ഈസ് ദ റിലേഷൻ ഈസ് നോട്ട് എ റിഫ്ലക്സീവ്. So relation therefore R is not reflexive. അല്ല. ക്ലിയർ ആണോ? ഇപ്പോൾ റിഫ്ലക്സീവ് അല്ല എന്നുള്ള കൺസെപ്റ്റ് കത്തിയോ? നാച്ചുറൽ നമ്പറിൽ എലമെൻ്റ് ഉണ്ട്, അതേ എലമെൻ്റ് ഇവിടെ ഉണ്ടോ നോക്കുക. 1 എന്നൊരു എലമെൻ്റ് നമ്മുടെ റിലേഷനിലുണ്ടോ നോക്കുക. റിലേഷനിൽ അങ്ങനെ ഒരു എലമെൻ്റ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇതാരല്ല? റിഫ്ലക്സീവ് അല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതിനകത്ത് 1 ഉണ്ടായിരുന്നെങ്കിലോ? ഇതിനകത്ത് 1 എന്നൊരു എലമെൻ്റ് കൂടി ഉണ്ടായിരുന്നു കരുതാം. നമ്മൾ വെറുതെ വിചാരിക്കുന്നു അങ്ങനെ എലമെൻ്റ് ഉണ്ടെങ്കിൽ ഇത് റിഫ്ലക്സീവ് ആണോ? അല്ല. എന്തുകൊണ്ട് റിഫ്ലക്സീവ് അല്ല? 1 മാത്രം വന്നാൽ പോരാ. നാച്ചുറൽ നമ്പറിൽ 2 ഉണ്ട്, അപ്പോൾ ആരും വരണം? 2 വരണം. 2 മാത്രം വന്നാൽ മതിയോ? നാച്ചുറൽ നമ്പറിൽ 3 ഉണ്ട്, അപ്പോൾ ആര് വരണം? 3 വരണം. അപ്പോൾ ഈ പറഞ്ഞ എലമെൻറ്റുകളെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ റിഫ്ലക്സീവ് എന്ന് വിളിക്കാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചു റിഫ്ലക്സീവ് അല്ല എന്ന് പ്രൂവ് ചെയ്തു. ക്ലിയർ ആണല്ലോ? ദെൻ നമുക്ക് സിമെട്രിക് ആണോ എന്ന് പരിശോധിക്കാം. അപ്പോൾ നമ്മൾ സിമെട്രിക്കിൻ്റെ ഡെഫിനിഷൻ ഓർക്കണം. എന്തായിരുന്നു സിമെട്രിക്കിൻ്റെ ഡെഫിനിഷൻ? എ ബി എന്നൊരു എലമെൻ്റ് ഉണ്ടെങ്കിൽ ബി എ എന്നൊരു എലമെൻ്റ് വേണം. ശരിയല്ലേ? എ ബി എന്നൊരു എലമെൻ്റ് ഉണ്ടെങ്കിൽ ബി എ. നമുക്ക് നോക്കാം. 16 എന്നൊരു എലമെൻ്റ് ഉണ്ട്, പക്ഷേ അതിൽ തിരിച്ച് 61 എന്നൊരു എലമെൻ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. 27 എന്നൊരു എലമെൻ്റ് ഉണ്ട്, തിരിച്ച് 72 എന്നൊരു എലമെൻ്റ് ഉണ്ടോ? അതും ഇല്ല. 38 എന്നൊരു എലമെൻ്റ് ഉണ്ട്, നേരെ തിരിച്ച് 83 എന്നൊരു എലമെൻ്റ് ഉണ്ടോ? അതുമില്ല. ഞാൻ ഈ പറഞ്ഞ 3 എലമെൻറ്റുകളും ഉണ്ടെങ്കിൽ മാത്രമേ ഈ റിലേഷനെ നമുക്ക് സിമെട്രിക് എന്ന് വിളിക്കാൻ പറ്റൂ. അതാണ് നമ്മുടെ ഡെഫിനിഷൻ. ഡെഫിനിഷൻ എന്താണ്? എ ബി എന്നൊരു എലമെൻ്റ് ഉണ്ടെങ്കിൽ തിരിച്ച് ആരും വരണം? ബി എ എന്നൊരു എലമെൻറ്റും വരണം. ഇവിടെ 16 ഉണ്ട്, പക്ഷേ 61 ഇല്ല. 27 ഉണ്ട്, പക്ഷേ 72 ഇല്ല. 38 ഉണ്ട്, പക്ഷേ 83 ഇല്ല. അപ്പം നമ്മളിതെല്ലാം എഴുതണോ? നേരത്തെ പറഞ്ഞതാണ് അല്ല എന്ന് കാണിക്കാൻ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? 16 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ആർ. ആറിൽ 16 എന്നൊരു എലമെൻ്റ് ഉണ്ട്, പക്ഷേ ബട്ട് 61 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ആർ. ആറിൽ 61 എന്നൊരു എലമെൻ്റ് ഇല്ല. അപ്പോൾ ആറിൽ 61 എന്നൊരു എലമെൻ്റ് ഇല്ലെങ്കിൽ therefore R ഈസ് നോട്ട് സിമെട്രിക്. ആർ എന്ന റിലേഷൻ എന്തല്ല? സിമെട്രിക് അല്ല. ക്ലിയർ അല്ലേ? അപ്പോൾ റിഫ്ലക്സീവ് ആണോ എന്ന് പരിശോധിച്ചു, റിഫ്ലക്സീവ് അല്ല എന്ന് കിട്ടി. സിമെട്രിക് ആണോ എന്ന് പരിശോധിച്ചു, സിമെട്രിക്കും അല്ലെന്ന് കിട്ടി. ഇനി നമുക്ക് ഒന്നുകൂടിയേ ഉള്ളൂ, ആരാണ്? ട്രാൻസിറ്റീവ് ആണോ എന്ന് പരിശോധിക്കാം. ഈ ക്വസ്റ്റ്യൻ വളരെ വിവാദത്തിൽ ഏർപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. ട്രാൻസിറ്റീവിൻ്റെ കേസിൽ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് ഒഴികെ ബാക്കി എല്ലാം ട്രാൻസിറ്റീവ് ആണെന്നാണ് പറയുക. പക്ഷേ NCERT ടെക്സ്റ്റിൽ മാത്രമാണ് ട്രാൻസിറ്റീവ് ആണെന്നുള്ളത് ഇതിനകത്ത് വരിക. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കൂ. അപ്പോൾ നമുക്കിതിനകത്ത് ട്രാൻസിറ്റീവ് ആണെന്ന് പരിശോധിക്കാൻ നമുക്ക് ആദ്യം ട്രാൻസിറ്റീവിൻ്റെ ഡെഫിനിഷൻ വേണം. എ ബി എന്ന റിലേഷൻ ഉണ്ട്, ബി സി എന്നൊരു എലമെൻ്റ് ഉണ്ട്. ഈ 2 എലമെൻറ്റുകളും റിലേഷനിൽ ഉണ്ടെങ്കിൽ മാത്രം എ സി എന്നൊരു എലമെൻ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കും. ഒന്നുകൂടി
ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കൂ. എ ബി എന്നൊരു എലമെന്റും ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബി സി എന്നൊരു എലമെന്റും റിലേഷനിൽ ഉണ്ടെങ്കിൽ മാത്രം എ സി എന്നൊരു എലമെന്റ് ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ. ഇഫ് എ ബി ആൻഡ് ബി സി എലമെന്റ് ഓഫ് ആർ, അങ്ങനെയാണെങ്കിൽ എ സി എലമെന്റ് ആയിട്ടുണ്ടോ എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. അങ്ങനെ എ സി എന്ന് പറഞ്ഞ എലമെന്റ് ഇല്ലെങ്കിൽ ട്രാൻസിറ്റീവ് അല്ല, എ സി എന്ന എലമെന്റ് ഉണ്ടെങ്കിൽ ട്രാൻസിറ്റീവ് ആണ്. ക്ലിയർ ആണല്ലോ. പക്ഷേ ഈ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കാത്തൊരു കാര്യമുണ്ട്. എ ബി എന്നൊരു എലമെന്റും ബി സി എന്നൊരു എലമെന്റും ഉണ്ടെങ്കിൽ എ സി എന്ന എലമെന്റ് ഉണ്ടാകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനൊരു എലമെന്റ് ഇല്ലെങ്കിലോ? എ ബി എന്ന എലമെന്റ് ഉണ്ട്, പക്ഷെ ബി സി എന്ന എലമെന്റ് ഇല്ലെങ്കിലോ? അങ്ങനെ ഇല്ലെങ്കിൽ ആ റിലേഷനെ എന്തെന്ന് കരുതും എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരവാണ് ഈ ഒരു എക്സാമ്പിളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മുടെ റിലേഷനിൽ എ ബി എന്നൊരു എലമെന്റ് ഉണ്ട്, പക്ഷെ ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബി സി എന്നൊരു എലമെന്റിനെ നമുക്ക് റിലേഷനിൽ കാണാൻ പറ്റിയില്ല. അങ്ങനെ ഒരു എലമെന്റിനെ കണ്ടാൽ മാത്രം നമ്മൾ എ സി എന്ന എലമെന്റിനെ പറ്റി ആലോചിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു എലമെന്റിനെ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ ദിസ് പർട്ടിക്കുലർ റിലേഷൻ ഈസ് ട്രീറ്റഡ് ആസ് ട്രാൻസിറ്റീവ് റിലേഷൻ. ഈ റിലേഷനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം? ട്രാൻസിറ്റീവ് റിലേഷനായിട്ട് കരുതണം. എന്ന് വെച്ചാൽ നമ്മുടെ റിലേഷനിലേക്ക് നോക്കൂ, 1,6 എന്നൊരു എലമെന്റ് ഉണ്ട്. അപ്പോൾ എ ബി എന്ന ഫോമിലായി. ഇനി 6ൽ തുടങ്ങുന്ന ഒരു എലമെന്റ് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ബി സി എന്നൊരു എലമെന്റിനെ എടുക്കാൻ പറ്റൂ. ഇവിടെ 1,6 വന്നു, അടുത്ത 6ൽ തുടങ്ങുന്ന എലമെന്റ് ഇല്ല. അങ്ങനെ ഇല്ല എങ്കിൽ ഈ റിലേഷനെ നമുക്ക് ട്രാൻസിറ്റീവ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ടത്, ആൻസറായിട്ട് എഴുതേണ്ടത് ഇൻ ദിസ് റിലേഷൻ ആർ എഴുതി മുകളിൽ എന്നിട്ടാൽ റിലേഷൻ എന്നാണ് വായിക്കുക. ഇൻ ദിസ് റിലേഷൻ there is no any element in the form ഏത് ഫോം? എ ബി ആൻഡ് ബി സി. ഏത് ഫോമിലാണ്? എ ബി, ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബി സി എന്ന എലമെന്റിനെയും കൂടി കണ്ടെത്താൻ നമുക്ക് പറ്റിയില്ല. അങ്ങനെ പറ്റിയില്ലെങ്കിൽ താഴെ എന്ത് എഴുതണം? therefore R is treated as ആരാണ്? ട്രാൻസിറ്റീവ്. ആരായിട്ട് കരുതണം? ട്രാൻസിറ്റീവ് റിലേഷൻ ആയിട്ട് കരുതണം. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ പറഞ്ഞത് എ ബി എന്നൊരു എലമെന്റും ബി സി എന്നൊരു എലമെന്റും ഉണ്ടെങ്കിൽ മാത്രം എ സി എന്ന എലമെന്റിനെ നമ്മൾ തേടി പോയാൽ മതി. അങ്ങനെ ഒരു എലമെന്റ് ഇല്ലെങ്കിൽ നമുക്കതിനെ ആരായിട്ട് കരുതാം? ട്രാൻസിറ്റീവ് റിലേഷനായിട്ട് കരുതാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഗൈഡുകളൊക്കെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ റിലേഷൻ ട്രാൻസിറ്റീവ് ആണെന്നാണ് എഴുതിയിരിക്കുക, അല്ലെന്നാണ് എഴുതിയിരിക്കുക. ട്രാൻസിറ്റീവ് അല്ലെന്നാണ് എഴുതിയിരിക്കുക, പക്ഷേ അത് തെറ്റാണ്. ട്രാൻസിറ്റീവ് ആണെന്നാണ് നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അതിനകത്ത് ട്രാൻസിറ്റീവ് ആണെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ക്ലിയർ ആണോ? അപ്പോൾ ഈ 3 റിലേഷനും ആണോ എന്ന് പരിശോധിക്കാനുള്ള ഒരു എക്സാമ്പിൾ കൂടി ആയപ്പോൾ ഈ റിലേഷൻ എന്താണെന്ന് നമുക്ക് കുറച്ചുകൂടി കാര്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, ട്രാൻസിറ്റീവ് റിലേഷൻ. ഇപ്പം നമ്മളുടെ കയ്യിൽ എ എന്നൊരു സെറ്റ് ഉണ്ട്. ആ സെറ്റിലൊരു 3 എലമെന്റ് എ ബി സി ഉണ്ടെന്ന് വെക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ ആർ എന്നൊരു റിലേഷൻ ഉണ്ടെന്ന് വെക്കാം. ഈ റിലേഷനിൽ 2 എലമെന്റുകൾ, ഒരു എലമെന്റ് എ ബി ആണ്, ഒരു എലമെന്റ് ബി സി ആണ്. അപ്പോൾ എ ബി ബി സി ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എയിൽ തുടങ്ങി ബിയിൽ അവസാനിക്കുകയും അടുത്ത എലമെന്റ് ബിയിൽ തുടങ്ങി സിയിൽ അവസാനിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ 2 എലമെന്റ് ഉണ്ടെങ്കിൽ, ഈ ടൈപ്പിൽ 2 എലമെന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ ഇങ്ങനെ ഒരു എലമെന്റിനെയും കൂടി നമ്മൾ കണ്ടെത്തണം. ഇങ്ങനെ എലമെന്റ് എന്ന് പറഞ്ഞാൽ ഏത് ഫോമില? എ സി എന്നൊരു എലമെന്റിനെ കൂടി നമുക്ക് കണ്ടെത്താൻ പറ്റണം. അങ്ങനെ കണ്ടെത്തിയാൽ ഈ റിലേഷനെ നമുക്ക് ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയാം. നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവാൻ ഞാനൊരു എക്സാമ്പിൾ ഇട്ടാൽ, ഇപ്പോൾ ആർ ഇസ് ഈക്വൽ ടു കുറേ എലമെന്റ് ഉണ്ട്. അതിൽ 2, 3 എന്നൊരു എലമെന്റ് ഉണ്ട്, 1, 4 എന്നൊരു എലമെന്റ് ഉണ്ട്, 3, 5 എന്നൊരു എലമെന്റ് ഉണ്ട്, 1, 5 എന്നൊരു എലമെന്റ് ഉണ്ട്, 6, 2 എന്നൊരു എലമെന്റ് ഉണ്ട്. ഇത്രയും എലമെന്റ് ഉള്ള റിലേഷൻ എന്നോട് കിടക്കാം. അപ്പോൾ ആ എഴുതിയിരിക്കുന്ന റിലേഷനിൽ എ ബി എന്നും ബി സി എന്നും വരുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു എലമെന്റിനെ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ നോക്കി. ആ റിലേഷനിലേക്ക് നോക്കി, എ ബി എന്ന ഫോർമാറ്റിലും ബി സി എന്ന ഫോർമാറ്റിലും ഏതെങ്കിലും എലമെന്റ് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്ടേ. എ ബി 2, 3 എന്നൊരു എലമെന്റും 3യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3, 5 എന്നൊരു എലമെന്റും ആ റിലേഷനകത്തുണ്ട്. ക്ലിയർ അല്ലേ? അപ്പം എ ബി ബി സി 2, 3, 3, 5 ആണല്ലോ. അങ്ങനെ 2 എലമെന്റിനെ ഇയാൾക്ക് കണ്ടെത്താൻ പറ്റിയാൽ ഇതിൽ തിരിച്ച് എങ്ങനെ എലമെന്റൂടെ വേണം? 2, 5 എന്നൊരു എലമെന്റ് കൂടി വേണം. 2, 5. പക്ഷെ നമ്മുടെ റിലേഷനിൽ നോക്കിയാൽ എവിടെയെങ്കിലും 2, 5 എന്നൊരു എലമെന്റ് ഉണ്ടോ? 2, 5 എന്നൊരു എലമെന്റ് ഇല്ലെങ്കിൽ ഈ റിലേഷൻ എന്തല്ല? ട്രാൻസിറ്റീവ് അല്ല. ക്ലിയർ ആണോ? ഇനി ഈ റിലേഷനിൽ 2, 5, ഇപ്പോൾ ഈ 1, 5ന് പകരം ഇവിടെ 2, 5 ആയിരുന്നെങ്കിൽ ഈ റിലേഷൻ ആരായിരുന്നേനെ? ട്രാൻസിറ്റീവ് ആയിരുന്നേനെ. അത്രയും കാര്യം വ്യക്തമാണല്ലോ. അപ്പം എ ബി ഉണ്ട്, ബി സി ഉണ്ട്, എ സി ഉണ്ടെങ്കിൽ ട്രാൻസിറ്റീവ്, എ സി ഇല്ലെങ്കിൽ ട്രാൻസിറ്റീവ് അല്ല. ഓക്കെ ആണേ? പക്ഷെ ലാസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഈ 2, 3, 3, 5 എന്ന് പറഞ്ഞ എലമെന്റിനെ നിങ്ങൾ കണ്ടെത്തിയതുപോലെ ഒരു എലമെന്റിനെ കണ്ടെത്താൻ പറ്റിയില്ല എന്ന് കരുതുക. ഇപ്പോൾ ഈ 3ക്ക് പകരം ഇവിടെ 6, 5 എന്നാണ് കിടക്കുന്നത് നോക്കുക. അപ്പം ഇവിടെ നോക്ക്, 2, 3 എ ബി എന്ന് പറഞ്ഞൊരു എലമെന്റ്, അടുത്ത് ബി സി എന്ന് പറഞ്ഞൊരു എലമെന്റിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിലും ആ റിലേഷനെ ആരായിട്ട് കരുതണം? ട്രാൻസിറ്റീവ് റിലേഷനായിട്ട് കരുതണം എന്നാണ് പറഞ്ഞത്. ക്ലിയർ ആണ്? ഒന്നുകൂടി, ഫസ്റ്റ് റിലേഷൻ എന്താണെന്ന് എഴുതണം, സെക്കൻഡ് ഡൊമൈൻ എന്താണെന്ന് എഴുതണം,
തേർഡ് റേഞ്ച് എന്താണെന്ന് എഴുതണം, നാലാമത് കോഡൊമൈൻ എന്താണെന്ന് എഴുതണം, കോഡൊമൈൻ. ക്ലിയർ ആണല്ലോ? ഇത് 4 എഴുതിയതിന് ശേഷം അടുത്ത ഹെഡിങ് കൊടുക്കണം, ടൈപ്സ് ഓഫ് റിലേഷൻ എന്ന് ഹെഡിങ് കൊടുക്കണം. ടൈപ്സ് ഓഫ് റിലേഷൻ ഹെഡിങ് കൊടുത്തതിന് ശേഷം അതിൽ ആദ്യത്തത് എം ടി റിലേഷൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, രണ്ടാമത്തത് യൂണിവേഴ്സൽ റിലേഷൻ, മൂന്നാമത്തത് ട്രിവിയൽ റിലേഷൻ. ഇത് മൂന്നും കഴിഞ്ഞതിന് ശേഷം അടുത്ത പറഞ്ഞ 4 എണ്ണം ഏതൊക്കെയാണ്? റിഫ്ലക്സീവ് റിലേഷൻ, സിമട്രിക് റിലേഷൻ, ട്രാൻസിറ്റീവ് റിലേഷൻ ആൻഡ് ഇക്വലൻസ് റിലേഷൻ. ഇത്രയും എഴുതിയതിന് ശേഷം ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് 1.1 ഏത് ക്വസ്റ്റ്യൻ? എക്സസൈസ് 1.1 ഒന്നാമത്തതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യന് 2 പിരിവുണ്ട്, അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ബോർഡിൽ ചെയ്തത്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതണം. ഒപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ തനിയെ ചെയ്യണം. അതായത് എക്സസൈസ് 1.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ തനിയെ ചെയ്യാൻ ശ്രമിക്കുക. തനിയെ ചെയ്യാൻ ശ്രമിച്ചതിന് ശേഷം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണല്ലോ?